ഒരു വാള്യയുടെ ഒരു കിതാബ് ഇബ്നു അഖീൽ ഉണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ കിതാബിൽ 400-അപ്പുറമുള്ള ഒരു വാള്യം മുസ്ലിമീങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ് എങ്ങനെ ഈ കിതാബൊക്കെ ഉണ്ടാക്കിയത്, എങ്ങനെ അദ്ദേഹം ഇങ്ങനെ പഠിച്ച് ഉണ്ടാക്കിയത്. അദ്ദേഹം പറയുകയാണ്, വെള്ളവും റൊട്ടിയും കിട്ടിയിട്ടുണ്ട് എങ്കിൽ വെള്ളത്തിൽ റൊട്ടി ഇട്ടേക്കും, എന്നിട്ട് റൊട്ടി പുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് കുടിക്കും. കാരണം റൊട്ടി അത് കടിച്ചു തിന്നാൻ ടൈം എടുക്കും, പിന്നെ അതിന്റെ മുകളിൽ നിന്ന് വെള്ളം കുടിച്ച് കുറെ ചവച്ചരച്ച് തിന്നാൻ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് വെക്കും. കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ആയിരുന്ന പോലെ കുടിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയം കൂടി അറിവ് അന്വേഷിക്കുന്നതിലും ആ അറിവ് രേഖപ്പെടുത്തുന്നതിലും വിനിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇമാം അബൂ ഹാത്തിം അർ-റാസി ഹദീസിന്റെ റിജാലുകളുടെ വിഷയത്തിലും അതേപോലെ ഇൽമുൽ ജർഹ് വ തഅദീലിന്റെ വിഷയത്തിലും പണ്ഡിതന്മാരെ എണ്ണുമ്പോൾ ഒന്നാമതായി എണ്ണുന്ന പണ്ഡിതനാണ് ഇമാം അബൂ ഹാത്തിം അർ-റാസി. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അറിയാനും അതേപോലെ തന്നെ വിജ്ഞാനം പഠിക്കാനും വേണ്ടി അദ്ദേഹം എന്താ ചെയ്തിരുന്നത്, ഒരു നാട്ടിൽ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ഹദീസ് അറിയുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമാം അബൂ ഹാത്തിം എന്ത് ചെയ്യും, അങ്ങോട്ട് യാത്ര തിരിക്കും. പക്ഷെ പോകാൻ വകുപ്പുണ്ടാവില്ല, ഭക്ഷണം കഴിക്കണം, യാത്രാ സാമഗ്രികൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുന്ന കാഫിലകൾക്ക് സ്വന്തത്തെ വിൽക്കും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കച്ചവട സംഘം ഉണ്ടെങ്കിൽ അവരോട് പറയും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സാമഗ്രികളും മറ്റൊക്കെ ഒരുക്കി തരാം, ഞാൻ നിങ്ങൾക്ക് രാത്രി കാവൽ നിൽക്കാം. രാത്രി അന്തി ഉറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും യാത്രാ സംഘം അന്തി ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി കാവൽ നിൽക്കാം, നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ പാത്രങ്ങൾ കഴുകാം, അങ്ങനെ നിങ്ങൾക്ക് സേവകനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. എന്തിന്? ആ നാട്ടിലെത്താൻ. എന്തിനാ അവിടേക്ക് പോണത്? ശമ്പളം വാങ്ങാനോ ഈ അധ്വാനിച്ചതിന് കൂലി വാങ്ങാനല്ല, പിന്നെ അവിടെ പോയിട്ട് ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഭൃത്യനെ പോലെ വേലക്കാരനെ പോലെ ജോലി ചെയ്തിട്ട് അവരുടെ കൂടെ സഹവസിച്ച് അവർ കൊടുക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിച്ച് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു ഇമാം അബൂ ഹാത്തിം അർ-റാസിയെ പോലുള്ളതായ മഹത്തുകൾ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്.